അപ്പോൾ നമ്മുടെ നജീബ് സഖാഫി ശ്വാനസഞ്ചാരത്തെയും സ്ത്രീപള്ളി പ്രവേശത്തെയും സമീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് ഏതായാലും ശരിയായില്ല. അതിന് അദ്ദേഹത്തിന് തെളിവും ലഭിക്കുകയില്ലെന്നാണ് അനസ് മൗലവി സൂചിപ്പിച്ചത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ബാബ് നൽകിയത് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അത് തടയരുത് എന്ന ഇങ്ങനെ പഠിപ്പിച്ച ഒരു കാര്യത്തെ ഒരു ശ്വാനസഞ്ചാരവുമായി ചേർത്തി പറയുന്നത് ഏതായാലും കുറച്ച് ഒരു പണ്ഡിത ചർച്ചയെ താഴേക്ക് പതിപ്പിക്കുന്ന ഒന്നാണെന്നേ സൂചിപ്പിക്കുന്നുള്ളൂ. സഹോദരൻ ഉപചോദ്യത്തിനുള്ള അവസരമാണ്. മൈക്ക് തരും. മൈക്ക് പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്ന ഓരോ വിഷയങ്ങളും ഗണ്ണിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടുന്ന് ഉത്തരം ചോദിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോ. അതൊരു നല്ല പരിപാടിയല്ല. നമുക്ക് ചോദിക്കുന്നതിന് അദ്ദേഹം ജായിസാണ് എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ ജായിസാണ് എന്ന ഒരു ഹുക്കുമ്, ആ ഹുക്കുമ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ശരി. അപ്പോൾ ഇപ്പൊ നായ ആ വഴിക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജായിസാണെന്ന് ഹുക്കുമ കിട്ടിയാൽ മതി, നായയുടെ വിഷയം പോയി. അപ്പൊ ഇങ്ങനെ സമ്മതിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ആ വിഷയം എന്തായാലും എന്റെ സംശയം തീർന്നു, ഇതിനി എന്റെ അടുത്ത ചോദ്യമാണ് എന്ന് പറയാൻ നിങ്ങളുടെ ഒരു ബാധ്യത. നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് എന്റെ സംശയം തീരുന്നത് വരെ ചോദിക്കാൻ ഉള്ള അവസരം തരണമെന്നാണ്. അപ്പൊ സംശയം തീർന്നോ ഇല്ലയോ നമുക്ക് മനസ്സിലാണല്ലോ. സംശയം തീർന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരല്പ നേരം മൈക്ക് പോലെ നിൽക്കാം. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട. അദ്ദേഹം ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞതാണ്. നിങ്ങൾ പേടിക്കണം, നിങ്ങൾ മൈക്ക് തരും, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാനിക്കണം, നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾ ബഹുമാനിച്ചിട്ടാണ് നമ്മൾ ഈ മുഖാമുഖം നടത്തുന്നത്. അപ്പൊ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളിത് മാനിച്ചില്ല എന്ന് നിങ്ങൾ പറയണം. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ, ഇവിടെ കൂടി കുറച്ച് പണ്ഡിതന്മാർ വേറെയുണ്ട്, അവരെയും നമ്മൾ ആദരിക്കാണ്, ബഹുമാനിക്കാണ്. അവരുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ നജീബ് സഖാഫി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നായകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇത് പറഞ്ഞെന്തിനാ? ഇവിടെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നതിനെ ഗണ്ണിക്കാനാണ്. മാത്രമല്ല പോയിരുന്നു എന്നതുകൊണ്ട് പോകാമെന്ന് കിട്ടൂല, കൽപ്പനയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു വലിയ ഖുറുജുന, കൽപ്പന തന്നെയുണ്ട്. പോകട്ടെ, അവരെങ്ങനെ പോകണം? സുഗന്ധം പൂശാതെ പോകട്ടെ, ഹദീസ് പറഞ്ഞു. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ആദാബുകളുണ്ട്. പട്ടി പള്ളിയിൽ പോകുന്നതിന് ആദാബുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ആ കിതാബു സ്വലാത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് പറഞ്ഞു കൊടുത്തതുപോലെ പട്ടി പള്ളിയിൽ പോകുന്നതിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ അറിയേണ്ടത് ജായിസ് അത് എവിടുന്ന് കിട്ടി, അത് വേറൊരു ചോദ്യമാണ്. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ സഖാഫിക്ക് അദ്ദേഹത്തിന് മറുപടി ആയോ? ഇനി അതല്ല ഇനിയും എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടോ? അതൊന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഹദീസിൽ നിന്നും ഒരു കൽപ്പനക്രിയയുള്ള ഒരു ഹദീസാണ് ഓതിയത്. ആ കൽപ്പനക്രിയയുള്ള ഹദീസ് വന്നു കഴിഞ്ഞാൽ ആ ക്രിയ അല്ല ആ പ്രവൃത്തി അത് ജായിസാകുമോ ഫർളാകുമോ സുന്നത്താകുമോ എന്നുള്ളത് കിതാബ് ഓതി പഠിച്ചവർക്കറിയാം. അപ്പൊ നിങ്ങൾ ജായിസ് എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ്? ജായിസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒന്നുകിൽ അത് ഫർളാകണം, അല്ലെങ്കിൽ സുന്നത്താകണം. ഇത് രണ്ടും ആകാത്ത നിലയ്ക്ക് ജായിസ് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് രേഖ കിട്ടി? അതാണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ ചോദ്യം വിട്ടു എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിച്ചു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് എങ്ങനെ പോകല്? ആദ്യത്തെ ചോദ്യം അദ്ദേഹം വിട്ടു എന്ന് പരോക്ഷമായി അദ്ദേഹം സമ്മതിച്ചു. ശവത്തിൽ ഞാൻ കുത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇനി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതില്ല, ഞാനത് ചോദിക്കണില്ല, അങ്ങനെ നിങ്ങൾ പറയണ്ട. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സംശയമാണ്, നമുക്കതും പരിഗണിക്കാൻ കുഴപ്പമൊന്നുമില്ല. അടുത്ത സംശയം എന്താ? ഈ ഹുക്കുമ എവിടുന്ന് കിട്ടി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും, അത് എന്റെ ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദ് നിലക്കല്ല, ഒരു മുസ്ലിയാരെ നമ്മൾ ഉസ്താദ് എന്ന് വിളിക്കണ പോലെ വിളിക്കാണ്. പിന്നെ ബഹുമാന്യനായ നജീബ് ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് അറിയാം, എന്നാലും അദ്ദേഹം സംശയം മറ്റുള്ളവരുടെ സംശയം തീരാൻ വേണ്ടിയായിരിക്കും ചോദിക്കണത്. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കും, എന്നിട്ട് അത് പുരുഷന്മാരുടെ മേലും ആ രൂപത്തിലെ കൽപ്പനയുണ്ട്. ഏത്? നിങ്ങൾ അഖിമിസ്സലാത്ത്, നിസ്കാരം നിർവഹിക്കണം. ആ കൂട്ടത്തിൽപ്പെട്ട നിർബന്ധ കൽപ്പന തന്നെയാണ്, അല്ലെങ്കിൽ ആ നിർബന്ധത്തോട് അടുത്തു നിൽക്കുന്ന കൽപ്പനയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിങ്ങൾ നിലനിർത്തണം. അത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർബന്ധമാണോ, നിർബന്ധത്തോടൊത്ത സുന്നത്താണോ?
മുഅക്കദായ സുന്നത്താണോ, അങ്ങനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അത് പുരുഷന്മാരോട് കൽപ്പിച്ചു. എന്നാൽ സ്ത്രീകളോട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സ്ത്രീകൾക്ക് നിർബന്ധമല്ല. അപ്പോൾ വൽയഖ്റുജുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്ത്രീകളുടെ മേൽ നിർബന്ധമാക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അവർക്ക് ഇളവ് നൽകി. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പോകാം, അതിന്റെ പേരിൽ പോകാത്തതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷക്കർഹരല്ല, പോയതിന്റെ പേരിലും ശിക്ഷക്കർഹരല്ല. അതുകൊണ്ടാണ് ഹൈത്തമി ഇമാം അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ ലാപ്ടോപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ടെന്ന് മറിച്ച് ആ മക്തബക്ക് നടിച്ചു. അവിടെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഇമാം ഹൈത്തമി, നേരത്തെ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിയിൽ എഴുത്തു പഠിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ ആ പണ്ഡിതന്റെ ഫത്വ ഇവര് മനസ്സിലാക്കിയിട്ട് ഹറാമാണെന്ന് ഫത്വ വേറെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോ ഈ ഹൈത്തമി ഇമാം തന്നെ എന്തുകൊണ്ട് പള്ളിയും വീടും പറ്റും എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് കാണാം. രണ്ടും അവർക്ക് ഹൈറാണ്, പള്ളിയും അവർക്ക് ഹൈറാണ്, വീടും അവർക്ക് ഹൈറാണ്. അത് സ്ത്രീകൾക്കുള്ള ഇളവാണ്, അല്ലാഹു കൊടുത്ത ഇളവ്. അത് നമ്മൾ പുരുഷന്മാർ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അത് അല്ലാഹു കൊടുത്ത ഇളവാണ്. അപ്പോ പള്ളിയിൽ അവർക്ക് ഹൈറുണ്ട്, ആ ഹൈറ് എവിടെയും കിട്ടും. അവരുടെ വീടിലും ഹൈറുണ്ട്, വീട്ടിലും ഹൈറുണ്ട്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ആ ഹൈറ് കിട്ടും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തും കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ഭാര്യ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവളെ തടയരുത്. നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. എന്നാൽ നിങ്ങൾ അടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകണോ? അത് വേണ്ട, കാരണം അവർക്ക് ഇളവുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ, അതാണ് പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് പറയാതിരുന്നത്. മനസ്സിലായോ? അപ്പൊ വൽയഖ്റുജ്ന എന്ന് മാത്രമായിരുന്നു ഹദീസ് എങ്കിൽ തീർച്ചയായും നിർബന്ധം എന്ന കൽപ്പനയിൽ വരുമായിരുന്നു. പക്ഷേ ആ നിർബന്ധ കൽപ്പനയിൽ നിന്ന് സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണിനെ അവർക്ക് സ്വയം തെരഞ്ഞെടുക്കാം. പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കാം, വീട്ടിൽ നമസ്കരിക്കണമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം. പക്ഷേ ഒരു പെണ്ണ് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വന്നാൽ അത് ഹറാമാണെന്ന് മതവിധി പറയാൻ, അത് ഹറാമാണെന്ന് വിധിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശം ഇല്ല. എനിക്കും നിങ്ങൾക്കും അവകാശമില്ല, ലോകത്തൊരൊറ്റ പണ്ഡിതനും അവകാശമില്ല. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാഅ അലാ അന്നഹാ അല്ലെങ്കിൽ അലാ അന്ന النساء ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ വഖദ് ثبتت الاحاديث الصحيحه المستفيضه انهن كن يصلين خلف رسول الله صلى الله عليه وسلم في مسجده خلف الرجال. ഇജ്മാ ഉള്ള വിഷയമാണ്. ഇബ്നു മുൻദിറിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. ഒരു പെണ്ണ് പള്ളിയിൽ വന്നു, അവൾ ആ പള്ളിയിൽ ഹാജരായി ജുമുഅ നമസ്കരിച്ചാൽ ജാസ, അനുവദനീയമാണ്. നിർബന്ധത്തിന്റെ പരിധി അവർ ഒഴിവാക്കി അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. അതുകൊണ്ടാണ് ജാസ എന്ന് പറഞ്ഞത്. അവർക്ക് തിരഞ്ഞെടുക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പറഞ്ഞത്? അതാണ് ഇമാം നബവി തന്നെ തുറന്നു പറയുന്നത്. വഖദ് സബതത്തിൽ അഹാദീസു എന്ന് പറഞ്ഞു. അഹാദീസ് ബഹുവചനമാണ്, ഹദീസുകളാണ്. ഒരുപാട് ഹദീസ്, ഒറ്റ ഹദീസല്ല, ഒരുപാട് ഹദീസ്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞുള്ളൂ, വൽയഖ്റുജുന വഹുന്ന തഫിലാത്ത് എന്നത് ഞാൻ പറഞ്ഞ ഒറ്റ ഹദീസാണ്. ആ ഒരു ഹദീസ് മാത്രമല്ല, സ്ഥിരപ്പെട്ട നിരവധി അനവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ ഉള്ളതെന്താ? അന്നന്നിസാ, സ്ത്രീകൾ, കുന്ന, അവരായിരുന്നു യുസല്ലീന, നമസ്കരിക്കുന്നവരായിരുന്നു, ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ, ഫീ മസ്ജിദിഹി, പ്രവാചകന്റെ പള്ളിയിൽ, ഖൽഫ റിജാലി, പുരുഷന്മാരുടെ പിന്നിൽ, പുരുഷന്മാരുടെ പിന്നിൽ, പ്രവാചകന്റെ പള്ളിയിൽ, പ്രവാചകന്റെ പിന്നിൽ സ്ത്രീകൾ ധാരാളമായി നമസ്കരിച്ചിരുന്നുവെന്ന് നിരവധി അനവധി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് അത് അനുവദനീയമാണ്. എന്റെ ഉസ്താദ് അല്ലെങ്കിൽ ബഹുമാനനായ നജീബ് ഉസ്താദിന്റെ രണ്ടാമത്തെ സംശയവും തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും പറയാവുന്നതാണ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ജായിസാകുന്നതിന്റെ മാനദണ്ഡമാണ് ഞാൻ ചോദിച്ചത്. ഹദീസിൽ കൽപ്പനയുണ്ടെങ്കിൽ ഒന്നുകിൽ സുന്നത്താകണം, അല്ലെങ്കിൽ അത് ഫർളാകണം. ഇത് രണ്ടും അല്ലാതെ ജായിസ് എന്ന് നിങ്ങൾ പറയാനുള്ള മാനദണ്ഡം എനിക്കറിയണം. ആ ചോദ്യത്തിന് മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കവലയിൽ നടത്തുന്ന പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. എന്റെ നജീബ് ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാനദണ്ഡം എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഉസൂൽ പഠിച്ച ആളുകൾക്കറിയാം. ഉസൂൽ പഠിച്ച അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് പഠിച്ച, ഉസൂലുൽ ഫിഖ് പഠിച്ച ആളുകൾ, ഉസൂൽ ഫിഖ് പഠിച്ച ആളുകൾക്ക് അതിന്റെ ഹുക്ം നമുക്കറിയാൻ പറ്റും.
പണ്ഡിതന്മാർ പഞ്ചഹുക്കുമുകളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല. ഇനി ഒരു ഹദീസിൽ അതിങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നതുകൊണ്ട് അനുവദനീയമാണെന്ന് കിട്ടൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി നമ്മളെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് സാരിച്ചല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. അതെ, അങ്ങനല്ലേ പറയണത്. ഞാൻ അതാ പറയുന്ന ഉസ്താദ്, നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ചോദ്യം തീർന്നാൽ നിങ്ങൾക്ക് ധൈര്യത്തെ ഒരാളൊന്നും ചെയ്യില്ല. നിങ്ങൾ ധൈര്യത്തിരുന്നു, ഒരു പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങൾ അടുത്ത ആൾ മാറുന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസമാവില്ല. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ അടുത്ത ചാൻസ് അല്ലേ തരുന്നത്? എന്താ പ്രയാസം? അപ്പോ അതിന്റെ ഹുക്കുമ്, ഒരു ഹുക്കുമ് നിർദ്ധാരണം ചെയ്ത് ഉസൂൽ ഫിഖ് പഠിച്ച ആളുകൾക്ക് അത് നിർദ്ധാരണം ചെയ്യാൻ എടുക്കുന്ന രൂപങ്ങൾ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ആ ഹദീസ് ഒരു വിഷയം പറഞ്ഞു, വൽയഖ്റുജന വഹുന്ന തഫില, അവര് പുറപ്പെടട്ടെ, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല. സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല, അവര് പുറപ്പെടട്ടെ. കൽപ്പന പ്രയോഗം. ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴാ? ബഹുമാനീയ ഉസ്താദ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. അതെന്താ? ഒരു കൽപ്പനയില്ല, പോയി എന്നല്ലാതെ പോകണം എന്നൊരു കൽപ്പന വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പോയിരുന്നു എന്നതിൽ നിന്ന് പോകാമെന്ന് കിട്ടൂല, പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴാണ് ഞാനിത് വെച്ച് തന്നത്. മറന്നുപോരും. നമ്മളിപ്പോ എന്തിനാ ഇത് പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അപ്പൊ പോകണമെന്ന് കിട്ടി. അപ്പൊ ഉസ്താദ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ പോകണമെന്ന് കിട്ടി, പക്ഷെ എനിക്കൊരു സംശയം ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നാ പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അതല്ല പറയുന്നത്. അദ്ദേഹം പിന്നെ അറിയേണ്ടത് ഹുക്കും എന്താണ് എന്നാണ്. ഹുക്കും എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ആ ഹുക്കുമ കിട്ടിയ മാനദണ്ഡമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രൂപത്തിൽ കൽപ്പിച്ച പ്രവാചകൻ സ്ത്രീകൾക്ക് ഇളവ് നൽകിയ ഹദീസില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലേ? ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോകാം, ഒരു പ്രശ്നമില്ല. ജമാഅത്തിൽ പങ്കെടുക്കാം, പക്ഷേ ഇളവുണ്ട്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ കാര്യത്തിൽ അയാൾക്ക് ഇളവുണ്ട്, നിർബന്ധമല്ല. പക്ഷെ ഒരു യാത്രക്കാരൻ പള്ളിയിൽ പോണ വഴിക്ക് പള്ളിയിൽ കയറി ജുമുസ്കരിച്ചാലോ? അയാൾക്ക് ജുമുസ്കരിച്ചാൽ മതി, പാരം നൂറുസ്കരിക്കണ്ട. അപ്പൊ ഒരു പുരുഷനായ യാത്രക്കാരന് വരെ ഇളവുണ്ട്. അവിടെ പുരുഷനായ യാത്രക്കാരനാവുമ്പോൾ ഹുക്കുമ് മാറി. അയാൾക്ക് ഫർള് എന്ന ഹുക്കുമല്ല ജുമുഅയുടെ കാര്യത്തിൽ. ഒരു യാത്രക്കാരനായ പുരുഷൻ, ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ ഹുക്കുമ് ഫർള് എന്നല്ല, പിന്നെന്താ? ജായിസ് എന്നാണ്. ജായിസ് എന്നാണ്, അനുവദനീയമെന്നാണ്. പക്ഷേ മറ്റു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമോ ഫർളാണ്. അപ്പം മറ്റുള്ള പുരുഷന്മാരുടെ ഫർളിൽ നിന്ന് യാത്രക്കാരനായ പുരുഷൻ എങ്ങനെ ഒഴിവായി? ഹുക്കുമ് നിർദ്ധാരണം ചെയ്യുന്ന മാനദണ്ഡം മനസ്സിലാണ്ടോ? അല്ല, അത് വേറെ ഹദീസ് ഉണ്ട്. അതുപോലെ എന്ത് വേറെ ഹദീസിൽ യാത്രക്കാരനും സ്ത്രീകൾക്കും ജുമുഅ നിർബന്ധമില്ല എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് അവിടെ ജായിസ് എന്നുള്ള ഹുക്മ് വന്നു. ഞാൻ ചോദിച്ചത് ഫൽയഖ്റുജ്ന എന്ന കൽപ്പനക്രിയയുള്ള നിലയ്ക്ക് അത് സുന്നത്തോ ഫർളോ ആകണം, അല്ലെങ്കിൽ ജായിസ് ആകണം എന്ന് പറയണമെങ്കിൽ വേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പോയി എന്നുള്ള ഹദീസ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പോയിരുന്നു എന്നാണ്. പിന്നീട് പരിശുദ്ധമായ ഖുർആനിൽ വഖർന ഫീ ബുയൂത്തികുന്ന എന്നുള്ള ആയത്ത് വന്നതിന് ശേഷം, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബിയത്തായ പെണ്ണ് പള്ളിയിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് ഒരു ഹദീസും കൊണ്ടുവരാൻ സാധ്യമല്ല. ഈ ആയത്ത് ഹിജാബിന്റെ ആയത്തിന് മുമ്പ് പോയ സംഭവങ്ങൾ അത് രേഖയല്ല ഈ വിഷയത്തിൽ. അങ്ങനെ രേഖയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് കിതാബുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കൂ. നിങ്ങൾ അവ കണ്ടോ? അല്ല അവിടെ ഇരിക്കും. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞത് പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കൂ. ജായിസിന്റെ മാനദണ്ഡം നിങ്ങൾ വ്യക്തമാക്കണം. അത് ജായിസാണെന്ന് ഹുക്കുമ് നിങ്ങൾ പറഞ്ഞ നിലയ്ക്ക് ആ ഹുക്കുമ് ജായിസാകാനുള്ള മാനദണ്ഡം ഇവിടെ വ്യക്തമാക്കണം. എന്റെ നജീബ് ഉസ്താദ് മനസ്സിലാക്കണം. അദ്ദേഹം കുറച്ചുകൂടെ റിലാക്സ് ആക്കി, ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഞാൻ പറയണമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത്, ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു അതന്നെ അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ എന്റെ വിഷയം ക്ലിയറായി.
എന്നിട്ട് അദ്ദേഹം അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇപ്പൊ ചാടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നമ്മൾ ഇത്ര ചോദ്യം ചാടിയാ പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇത് സമ്മതിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. അപ്പൊ ആദ്യകാലത്ത് പോയിട്ടുണ്ടോ, പോയിട്ടില്ല, പിന്നെ പോയിട്ടില്ല, അത് ഞാൻ പറയും. അതുകൂടെ പറയണ്ട, നമ്മൾ കിതാബ് ഉദ്ധരിച്ച് പറയണ്ടേ, പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ, ഏത് മാനദണ്ഡത്തിലാണ് കിട്ടിയത്? എന്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, പുരുഷന്റെ മേൽ ജുമുഅ നിർബന്ധമാണ്, ഒരാണിന്റെ മേൽ ജുമുഅ നിർബന്ധമാണ്. എന്നാൽ അതേ പുരുഷൻ തന്നെ മുസാഫിറാകുമ്പോൾ, യാത്രക്കാരനാകുമ്പോൾ ഹുക്മു ജായിസാണ്. മനസ്സിലായോ? അപ്പൊ ഇതെങ്ങനെ ഉണ്ടായി? അവല്ല നമ്മുടെ സംശയം, ഇതെങ്ങനെ ഉണ്ടായി? ഒരു പുരുഷന് ജുമുഅ നിർബന്ധമാണെന്ന് കാര്യത്തിൽ തർക്കമില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് ജുമുഅ, വെള്ളിയാഴ്ച നിർബന്ധമായി പോകണം. ഈ നിർബന്ധ കൽപ്പനയുടെ പരിധിയിൽപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ മുസാഫിറായി കഴിഞ്ഞപ്പോൾ, യാത്രക്കാരനായി കഴിഞ്ഞപ്പോൾ ഫർള് എന്ന ഹുക്മ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജായിസായി. മനസ്സിലായോ? എന്തുകൊണ്ട്? യാത്രക്കാരന് ജുമുഅയിൽ ഇളവുണ്ട്, അവന്റെ മേൽ നിർബന്ധമില്ല എന്ന ഹദീസ് ഉള്ളത് കൊണ്ട്. ഇതുപോലെ വലിയ ഖുറൂജുന, അവര് പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ പ്രവാചകൻ അതേ യാത്രക്കാരന് കൊടുത്ത ഇളവ് ആർക്കും കൊടുത്തു? ഒരു സ്ത്രീക്കും കൊടുത്തു. ആ സ്ത്രീ യാത്രക്കാരിയാണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് ആ ഹുക്കുമ് കൊടുത്തു, ആ ഇളവ് കൊടുത്തു. അപ്പോൾ യാത്രക്കാരന്റെ ഹുക്കുമ് ആർക്കും ബാധകമായി, സ്ത്രീക്കും ബാധകമായി, ജായിസായി. ഇതല്ല ഞാൻ വ്യക്തമാക്കിയത്. അപ്പോ നിർബന്ധ പരിധിയിലുണ്ടായിരുന്ന യാത്രക്കാരൻ ജായിസിന്റെ ആ ഹുക്കുമിലേക്ക് വന്നത് യാത്രക്കാരനായപ്പോഴാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ഖുറൂജുന എന്നവരോട് പറഞ്ഞു. പക്ഷെ സ്ത്രീ എന്ന നിലക്കു തന്നെ അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇളവ് കൊടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ജായിസ് എന്ന ഹുക്കുമ് കിട്ടിയത്. ഇതാണ് ഞാനും പറഞ്ഞത്. ഉസ്താദ് ഇപ്പൊ ചോദിച്ചത് അതിന്റെ രണ്ടാമത്. നമ്മൾ രണ്ടുപേരും ഒരേ രൂപത്തിലാണ് പോണത്. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത സംശയം അതുകൂടെ തീരട്ടെ. അതെന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞത് മുഴുവൻ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം ഒരു പെണ്ണ് ഒരു പള്ളിയിലും പോയിട്ടില്ല. ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരു പെണ്ണ് ഒരു പള്ളിയിൽ പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്തായി പറയുന്നത്. ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരുപാട് ഞാൻ വായിക്കാം. ഇപ്പൊ അത് മാത്രമായിട്ട് ഒരുപാട് വായിക്കാം. എല്ലാം കൂടെ വായിച്ചിട്ട് നമ്മുടെ ചുരുങ്ങിയ സമയമുണ്ടല്ലോ. അതുപോലെ കിതാബിൽ നിന്ന് ഒരു ഉദ്ധരണി എടുക്കുക. ഞാൻ പറയുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരി പറയാൻ, അന്നഹുന്ന കുന്ന യഹ്ജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വബഅദഹു. അന്നഹുന്ന നിശ്ചയമായും സ്ത്രീകൾ, കുന്ന അവരായിരുന്നു, യഹ്ജുജുന ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു, വയതുഫ്ന തവാഫ് ചെയ്യുന്നവരായിരുന്നു, വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു, ഫീ അഹ്ദിൻ നബി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും വബഅദഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം. അപ്പൊ റസൂലുള്ള വഫാത്തായതിനു ശേഷം വല്ല ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ? നമുക്ക് അറിഞ്ഞൂടാ. അല്ല, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ഈ ഇസ്ലാമിന്റെ ആദ്യകാലത്താണോ? അത് നമുക്ക് അറിഞ്ഞൂടാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ഒന്നുകിൽ ആദ്യ ഇസ്ലാമിന്റെ ആദ്യകാലത്താകണം, അല്ലെങ്കിൽ ഈ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആകണം. അപ്പൊ ഇത് വളരെ വ്യക്തമായി പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന കാര്യമാണ്. തീർച്ചയായും അവർ മഹദികൾ, അവർ ഹജ്ജിന് പോകുമായിരുന്നു, തവാഫിന് പോകുമായിരുന്നു. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കണേ? അവിടെ ഒന്നും ഇല്ല, ആരും ഇല്ല അവിടെ. നിങ്ങൾ എന്തിനാ വെറുതെ നോക്കണം? അയ്യേ, എന്താ നിങ്ങൾ ഇങ്ങോട്ട് നോക്കട്ടെ. അപ്പോ അവിടെ തവാഫിന് പോകുമായിരുന്നു. അതുപോലെ വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു. ഫീ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷവും. ഇനി വളരെ വ്യക്തമായി ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, അദ്ദേഹം പറയട്ടെ. അതിന്റെ മറുപടി അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ശേഷവും പെണ്ണുങ്ങൾ പോയിരുന്നു എന്നുള്ളത് ഹജ്ജിനും തവാഫിനുമൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. സാധാരണ നമ്മുടെ നാടുകളിലെ പള്ളികളിൽ പോകുന്ന ആ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരപുരുഷന്മാർ ബന്ധപ്പെടുന്ന, പരപുരുഷന്മാര് ഇടപഴകുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആ സ്ത്രീ പള്ളി പ്രവേശനമാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് പോയതും തവാഫിന് പോയ കാര്യം അല്ല നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള മറുപടിയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എന്റെ ചോദ്യം, ഫൽയഖ്റുജുന എന്നുള്ള ആ ഹദീസ് ഉള്ളപ്പോൾ എന്തേ സുന്നത്തായില്ല, എന്തേ ഫർളായില്ല, ജായിസ് എന്ന് നിങ്ങൾ പറയാനുള്ള ആ മാനദണ്ഡം കിതാബിന്റെ അടിസ്ഥാനത്തിൽ, ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം. അത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അത് മറ്റൊന്നും നിങ്ങൾ ഒരു രേഖയും കാണിച്ചിട്ട് കാര്യമില്ല. ആ രേഖ ഇങ്ങോട്ട് വരണം. അതിന്റെ ആ തെളിവ്, ആ മറുപടിയാണ് നമുക്ക് കിട്ടേണ്ടത്.
ഒരു കാര്യം ഇദ്ദേഹം എന്റെ മേലിൽ ഒരു ആരോപണം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു ഹുക്കും ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. വല്ലാഹി തുമ്മ വല്ലാഹി ഞാനൊരു ഹുക്കുമും ഉണ്ടാക്കിയിട്ടില്ല. ഇദ്ദേഹം ചുമ്മാ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനൊരു ഹുക്കും ഉണ്ടാക്കി, ഞാൻ ജായിസാന്ന് ഞാൻ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ വാചകം ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിൽ പറഞ്ഞ വാചകമാണ്. ഇജ്മാ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബ് 4-ാം വാള്യം 484-ാം പേജിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് ജായിസാണ് എന്ന ഹുക്കും ഞാൻ പറഞ്ഞതല്ല. ഇനി ആ ഹുക്കും എങ്ങനെയാണ് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തിട്ട് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ വളരെ വ്യക്തമായി മുസാഫിറിന്റെ ഹുക്കുമും അതുപോലെ മുസ്തൗത്തിന്റെ ഹുക്കുമും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. 2 ഹുക്കുമുകളും വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ആ രൂപത്തിൽ ഹുക്കുമ വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞ് ക്ലിയറായ കാര്യം. പിന്നെ അദ്ദേഹം അത് ചോദിക്കാതിരുന്ന മറ്റുള്ളവർ വിചാരിക്കുമല്ലോ എന്തും അവർ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞ ഹുക്കുമ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിശദീകരണത്തിന് എന്തെങ്കിലും ശരികേടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങൾ പറഞ്ഞതുപോലല്ല. മുസാഫിറുമായി ബന്ധപ്പെട്ട ഹുക്കുമ ഇങ്ങനെയാ വന്നത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹുക്കുമ അങ്ങനെയാ വന്നത്. അങ്ങനെയാണ് മറുചോദ്യം ചോദിക്കേണ്ടത്. അതല്ലാതെ മറുപടി ഞാൻ മറുപടി പറഞ്ഞല്ലോ, ഞാനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞു. മറുപടിക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹുക്കും വെച്ചോളൂ. ഉസൂലുൽ ഫിഖ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാൻ ഒരുക്കമാണ്. അതാ പറയാ താലിബുൽ ഉൽമ, ഞങ്ങള് പണ്ഡിതന്മാർ അടുക്കലിരുന്ന് പഠിക്കുന്ന താലിബുൽ ഇൽമുകളാണ്, വിദ്യാർത്ഥികളാണ് ഞങ്ങള്. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ കാരണം. ഇനി ഇദ്ദേഹം ഇപ്പോഴും രണ്ടാമത് പിന്നെയും പറഞ്ഞത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ശരിയായില്ല. അവിടെ ഹജ്ജിന് പോണതും തവാഫിന് പോണതുമാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ഒന്നുകൂടെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അന്നഹുന്ന കുന്ന യഖ്റുജുന അയഹ്ജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു. മനസ്സിലായോ? ഒന്നുകൂടെ കേട്ടോ. അന്നഹുന്ന സ്ത്രീകൾ, അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് എന്ന് ഫത്തുൽ ബാരിയിൽ എന്നതാ. യഹ്ജുജുന അവർ ഹജ്ജിന് പോകുമായിരുന്നു. വയതുഫ്ന അവർ തവാഫിന് പോകുമായിരുന്നു. വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പുറപ്പെടുമായിരുന്നു. ഫി അഹ്ദിൻ നബി റസൂലുള്ളാഹിന്റെ കാലത്തും വബഅദഹു റസൂലുള്ളാഹിന്റെ കാലശേഷവും. ഇതിനകത്ത് ഞാൻ ഹജ്ജും തവാഫും മാത്രമാണ് പറഞ്ഞത്. ഇനി വേണ്ട ഒരു ഹദീസ് കൂടെ കേട്ടോളൂ. മക്കൾക്ക് ഫളിലുണ്ടോ? മക്കൾക്ക് ഫളിലുണ്ടോ? ഉണ്ട്. മദീനക്ക് ഫളിലുണ്ടോ? ഉണ്ട്. അപ്പൊ മക്കൾക്കും മദീനക്കും ശ്രേഷ്ഠതയുണ്ട്. ആ ഹദീസ് എവിടുന്നാ കിട്ടിയത്? മക്കൾക്കും മദീനക്കും ഫളിലുണ്ട് എന്ന ഹദീസ് എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ അത് മനസ്സിലാക്കിയത്? നിങ്ങൾ നോക്കി, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ബാബ് ഫളിൽ സ്വലാത്തി ബി മസ്ജിദി മക്ക വൽ മദീന, മക്കയിലെയും മദീനത്തെയും പള്ളിയിൽ നമസ്കരിക്കുന്നതിന്റെ ഫളില് പറയുന്ന അധ്യായം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അധ്യായത്തിന്റെ പേര്? ബാബ് ഫളിൽ സ്വലാത്തി, നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയുടെ അധ്യായം. ഏത് നമസ്കാരം? ബിമസ്ജിദൈ മക്ക വൽ മദീന, മക്ക പള്ളിയിലും മദീന പള്ളിയിലും നമസ്കരിക്കുന്നതിന്റെ ഫളായിൽ. അവിടെ കൊണ്ടുവന്നൊരു ഹദീസ് ഉണ്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ. എന്താ അത്? ഇന്നംറഅതൻ ഇസ്തകത് ശക്വാ, ഇസ്തകത് ശക്വാ, ഒരു പെണ്ണിന് രോഗം ബാധിക്കുന്നു, ഒരു പെണ്ണ് രോഗബാധിതയാകുന്നു. ഫഖാലത്ത്, ആ സന്ദർഭത്തിൽ ആ പെണ്ണ് പറയുകയാണ്, ഇൻ ശഫാനി അല്ലാഹു ലഅഖ്റുജന്ന ഫലഉസല്ലിയന്ന ഫീ ബൈത്തുൽ മഖ്ദസി, അല്ലെങ്കിൽ ഫീ ബൈത്തുൽ മുഖദ്ദസി, എനിക്ക് അല്ലാഹു ശമനം നൽകിയാൽ, ഇൻ ശഫാനി അല്ലാഹു, എനിക്ക് അല്ലാഹു ശമനം തന്നാൽ, ലഅഖ്റുജന്ന, ഞാൻ പുറപ്പെടുക തന്നെ ചെയ്യും, ഫലഉസല്ലിയന്ന, ഞാൻ പോയിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുകയും ചെയ്യും. ഏത് പള്ളിയിൽ? ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിസ്കരിക്കുന്ന. ഈ പെണ്ണ് നേർച്ചയാക്കാണ്. അങ്ങനെ ഫബറാത്ത്, അവരുടെ രോഗം മാറി. അങ്ങനെ അവർ പള്ളിയിൽ പോകണല്ലേ, അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ പോകണം, ഈജിപ്തിൽ പോകണം. അതിന് യാത്രക്ക് വേണ്ടി ഒരുങ്ങാണ്. ഈ സ്ത്രീ ഒരുങ്ങാണ് ഫലസ്തീനിൽ. ആ ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ വേണ്ടി ഈ പെണ്ണ് യാത്രക്ക് ഒരുങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ എന്ത്? ആ സന്ദർഭത്തിൽ മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹാ നേരെ വരുന്നു ആ പെണ്ണിന്റെ അടുക്കലേക്ക്. വസല്ലമ തുസല്ലിമു അലൈഹ, എന്നിട്ട് സലാം ചൊല്ലുകയാണ്. അവര് പരസ്പരം സലാം പറയുകയാണ്. ഫഅഖബറത്ഹാ ദാലിക, ആ സലാം പറഞ്ഞവിടെ ഇരിക്കുമ്പോ മഹദി മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ, അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട, നമ്മുടെ ഉമ്മമാരിൽപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയോട്, ഞാൻ ഇങ്ങനെ പോവുകയാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ,
ഫഖാലത് മൈമൂന റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇജ്ലിസി, നീ ഇവിടെ ഇരിക്കുമോളെ, ഫകുലി മാ സനഅതി, വല്ലതും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നീ കഴിച്ചോ മോളെ, വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ ഈ റസൂലിന്റെ പള്ളിയിൽ നീ നമസ്കരിച്ചോളൂ. ഇവിടെ നിസ്കരിച്ചാൽ മതി, ഇവിടെ നിസ്കരിച്ചാൽ മതി. കാര്യമെന്താ? ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സലാത്തുൻ ഫീഹി അഫ്ളു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു മിനൽ മസാജിദി ഇല്ലാ മസ്ജിദുൽ കഅബ. മറ്റു പള്ളിയിൽ, ലോകത്തെ വേറെ ഏത് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം ഈ പള്ളിയിൽ നമസ്കരിച്ചാൽ നിനക്ക് ലഭിക്കും. അത് മസ്ജിദുൽ ഹറം ആകുന്ന പള്ളി, ആ പള്ളിയിൽ ഒഴികെയുള്ള ലോകത്ത് വേറെ ഏത് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം ഈ പള്ളിയിൽ നമസ്കരിച്ചാൽ ഉണ്ട് എന്ന് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ പോകേണ്ടതില്ല, നീ അവിടെ ഈജിപ്ത് ഫലസ്തീനിലേക്ക് പോകേണ്ടതില്ല, അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകേണ്ടതില്ല. വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നീ നമസ്കരിച്ചോളൂ. അപ്പോ പള്ളിയിൽ പോയില്ല എന്ന് നേരത്തെ വാചകത്തിൽ ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. ഉണ്ട്, പള്ളിയിൽ പോയിരുന്നു എന്നുമുണ്ട്, പള്ളിയിൽ പോയിരുന്നു എന്ന പ്രയോഗമുണ്ട്. ഇനി മഹദി മൈമൂന റളിയല്ലാഹു അൻഹ ഈ പെണ്ണിനോട് നിസ്കരിക്കാൻ പള്ളിയിൽ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. പ്രവാചകന്റെ പള്ളി പോയി നേർച്ച വീട്ടാൻ അവിടം വരെ പോകേണ്ടതില്ല, അവിടം വരെ പോകേണ്ടതില്ല. അവിടെ അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച നേർന്നാൽ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫിരുന്നാലും മതി, അല്ലെങ്കിൽ അവിടെ നമസ്കരിച്ചാലും മതി, നേർച്ച വീടും. അപ്പൊ ഇത് വളരെ വ്യക്തമായി മൈമൂന റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിന്റെ അവിടെ ഇത് ഇടയ്ക്ക് കയറിയിട്ട് കണ്ടോ, അവിടെ ഇരിക്കുസ്താദെ. അടുത്ത ചോദ്യവും നിങ്ങൾക്ക് തന്നെയാണ്, അടുത്ത ചോദ്യവും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് മൈക്കിലൂടെ സുന്ദരമായി എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കാനുള്ള അവസരം തരുമ്പോൾ നിങ്ങൾ മൈക്കില്ലാതെ എന്തിനാണ് എണീറ്റിരിക്കുന്നത്? നിങ്ങൾ മൈക്കില്ലാതെ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അവിടെ ഇരിക്കൂ, എന്റെ ഉസ്താദെ അവിടെ ഇരിക്കൂ, നിങ്ങൾക്ക് മൈക്ക് തരും, മൈക്കിലൂടെ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. അവിടെ ഇരിക്കൂ, നിങ്ങൾ പേടിക്കേണ്ട ഒരു ചോദ്യം ഉപചോദ്യമൊന്നുമല്ല. ഇവിടെ നമുക്ക് സംശയം തീരുന്നവരെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞെന്താ, വയഖ്റുജുന ഇലൽ മസാജിദി, നമ്മുടെ നാട്ടിൽ സാധാരണ പള്ളികളുണ്ട്, ആ പള്ളിയിലേക്ക് പോണത് പോലെയല്ല, കാര്യം അവിടെ പുരുഷന്മാർ നിസ്കരിക്കാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നമസ്കരിക്കാനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നമസ്കരിക്കാനാണ്, അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകാനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നമസ്കരിക്കാനാണ് കൽപ്പന. അവിടെ പരപുരുഷന്മാർ വരുമോ ഇല്ലേ? അവിടെ വേറെ ആളുകൾ നമസ്കരിക്കാനുണ്ടോ ഇല്ലേ? അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടോ ഇല്ലേ? അപ്പോ അത് ഏതെങ്കിലും ഒരു പള്ളിയിലല്ല, ആളുകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ, ആണുങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുന്ന ജുമാ നമസ്കരിക്കുന്ന പള്ളിയിൽ, ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? നിസാരക്കാരിയല്ല, എന്റെയും നിങ്ങളുടെയും ഉമ്മയാണ്. എന്റെയും നിങ്ങളുടെയും ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കാൻ, അത് ശരിയല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? നിങ്ങൾക്ക് അവകാശമുണ്ടോ? നമ്മെ പ്രസവിച്ച ഉമ്മയേക്കാൾ സ്ഥാനം കൽപ്പിക്കുന്ന ഉമ്മയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാർ. എങ്കിൽ ആ ഉമ്മയാണ് നമ്മോട് പറഞ്ഞത്, ആ ഉമ്മ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മുടെ ഉമ്മയുടെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? നജീബു സഖാഫിക്ക് അവകാശമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ വായിച്ച ഈ വാർത്ത അങ്ങനെ തന്നെ ഉണ്ടിട്ട് ഒരു കുഴപ്പമില്ല. അന്നഹുന്ന യഹ്ജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വബഅദഹു. ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വ്യക്തമായി രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫത്തുൽ ബാരി, അദ്ദേഹം ആ ഫത്തുൽ ബാരിയിലെ ഉദ്ധരണി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വായിച്ച വാചകം വളരെ വ്യക്തമാണ്. ഇനി അതല്ല, അത് ഏതെങ്കിലും ഒരു പള്ളിയിൽ ആരും ഇല്ലാത്തപ്പോ നമ്മുടെ ഇജാബ പള്ളിയിൽ കണ്ട സ്ത്രീകളുടെ പള്ളി, അങ്ങനെ പള്ളിയിലേക്ക് പോയത് അങ്ങനല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കാൻ മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല രൂപത്തിൽ ഈ സംവാദം മുന്നോട്ട് പോവുകയാണ്. നജീബ് സഖാഫി ആദ്യം ഉദ്ധരിച്ച ആ സംഗതിയിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നില്ല. ശ്വാനസഞ്ചാരവും സ്ത്രീപള്ളി പ്രവേശവും യോജിപ്പിച്ചു പറഞ്ഞ അദ്ദേഹം അത് വിട്ടു. പിന്നീട് ഹുക്കുമായി, പിന്നീട് ഹിജാബിന്റെ ആയത്തായി, പിന്നീട് മക്കയായി, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കൊണ്ട് അനസ് മൗലവി ഇവിടെ വിശദീകരിക്കുകയാണ്.
നമ്മുടെ നജീബ് സഖാഫിക്ക് ഇടയ്ക്ക് കയറി പറയേണ്ട ആവശ്യമില്ല. മൈക്ക് നൽകുമ്പോൾ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും കേൾക്കാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപചോദ്യമായിട്ട് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇനിയും അവസരമുണ്ട്. അദ്ദേഹത്തിന് മൈക്ക് നൽകുക, അല്ലെങ്കിൽ അടുത്ത ആൾ കൂടെ. അദ്ദേഹം ഒരുപാട് പ്രസംഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഞാൻ ജായിസാണെന്നതിന്റെ മാനദണ്ഡം ചോദിച്ചിട്ട് ഇതുവരെ കിതാബിന്റെ ഉദ്ധരണിയോ ഉസൂല് എന്ന് പറയുന്നതല്ലാതെ അതിന് മറുപടി ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഹജ്ജിന് പോകുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുന്നു എന്നത് ഉദ്ധരിച്ചിട്ട് സാധാരണ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന്, സ്ത്രീകൾ പങ്കെടുക്കുന്നതിന് രേഖയായിട്ട് ഒരു തെളിവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സാധാരണ നാം ചെയ്തു വരുന്ന, അഥവാ മുജാഹിദുകൾ ചെയ്തു വരുന്ന പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പങ്കെടുക്കുന്നതിന് ഹദീസിലോ ഖുർആനിലോ എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയേണ്ടത്. അല്ലാതെ സ്ത്രീകൾ പള്ളിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഹജ്ജിന് പോയി, അതൊന്നുമല്ല ഇവിടെ. ജുമുഅ ജമാഅത്തിന് ഏതെങ്കിലും ഒരു സ്ത്രീ, സഹാബിയത്തായ പെണ്ണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പെണ്ണ് പോയതായിട്ടുള്ള രേഖയാണ് നമുക്ക് കിട്ടേണ്ടത്. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് ചോദിച്ചു, നബിയെ, അങ്ങയുടെ പള്ളിയിൽ നിസ്കരിക്കുവാൻ എനിക്ക് അനുവാദം നൽകുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി എന്ന് പറയുന്നത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പുണ്യമുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം വലിയ ഒരു ഇമാമ് മറ്റൊരാളെയും കിട്ടാനില്ല. പിന്നിൽ നിൽക്കുന്ന സ്വഹാബികമാർ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള വലിയ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു തആല അൻഹ അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിനക്ക് ഉത്തമമെന്ന്. വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് ഉത്തമമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ പെണ്ണിനും പള്ളിയിൽ നിസ്കരിക്കുന്നത് ശ്രേഷ്ഠതയില്ല എന്ന് മാത്രമല്ല, പള്ളിയിൽ പോകുന്നത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ ജായിസ് എന്നതിന് ഒരു തെളിവും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. യഥാർത്ഥത്തിൽ അനസ് മൗലവി മെനക്കെടാൻ മാത്രമില്ല എന്നാണ് ഇപ്പോ നമുക്ക് വ്യക്തമാകുന്നത്. ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമാകാൻ മാത്രം വളരെ വ്യക്തമായി ഹദീസുകളും അതിന്റെ വിശദീകരണങ്ങളും ഫിഖ്ഹി പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന നയമെന്ത് എന്നും അതിനുള്ള രേഖ എന്ത് എന്നും വളരെ വ്യക്തമായി സമർത്ഥിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ചാൻസുകളിൽ അദ്ദേഹം ശ്രമിച്ച പോലെ തന്നെ പുതിയ പുതിയ തലങ്ങളിലേക്ക് വഴുതിപ്പോയി ആ പഴയ ഉത്തരം കിട്ടിയെന്ന് സമ്മതിക്കാൻ പ്രയാസമുള്ള ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ശ്രമം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത് സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിയിൽ പോയിരുന്നു എന്ന ഹദീസുണ്ട്. പക്ഷെ അതിൽ നിന്ന് പോകണം എന്ന് കിട്ടൂല എന്നായിരുന്നു. അത് കൃത്യമായി അനസ് മൗലവി പറഞ്ഞു, പോയിരുന്നു എന്ന് വന്നാൽ തന്നെ ഞങ്ങൾക്ക് തെളിവാണ് ഒന്ന്. ഇനി പോകണം എന്ന് തന്നെ വേണമെന്ന് വാശിയുണ്ടെങ്കിൽ അതും തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന ഹദീസ് ഉദ്ധരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൽയഖ്റുജ്ന എന്ന പദം അംറാണല്ലോ, ആ അംറ് ഉപയോഗിച്ച പദത്തിൽ നിന്ന് ജായിസാണ്, ജവാസിനെ കുറിക്കുന്നു എന്ന് എവിടുന്ന് കിട്ടി എന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം. അതും വളരെ വ്യക്തമായി വിശദീകരിച്ചു, വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട്.
ആ വിശദീകരണം ഇനിയും പറയാൻ ഒരു പ്രയാസവുമില്ല. ബോധ്യമായിട്ടില്ല എങ്കിൽ, സംശയം തീർന്നിട്ടില്ല എങ്കിൽ ഇനിയും പറയാൻ യാതൊരു പ്രയാസവുമില്ല. മുസാഫിറിന്റെ കാര്യവും രോഗിയുടെ കാര്യവും അടിമയുടെ കാര്യവും കുട്ടിയുടെ കാര്യവും എല്ലാം എണ്ണി പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ജുമുഅ ഫർളാണ് എന്ന് നബി തങ്ങൾ പുരുഷന്മാരുടെ കാര്യത്തിൽ പഠിപ്പിച്ചുവെങ്കിലും ആ പുരുഷന്മാരിൽ തന്നെ യാത്രക്കാരനായ പുരുഷന് ജുമുഅ നിർബന്ധമില്ല. അതിനർത്ഥം പള്ളിയിൽ പോകാൻ പാടില്ല എന്നല്ല. കുട്ടിക്ക്, അതേപോലെ രോഗിക്ക്, അടിമക്ക് ജുമുഅ നിർബന്ധമില്ല, പുരുഷനല്ലാത്തത് കൊണ്ടല്ല, അവർക്കുള്ള ഇളവാണ് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ വൽയഖ്റുജ്ന വഹുന്ന തഫിലാത്തിൻ എന്ന് അംറിന്റെ സ്വീഗ തന്നെ, കൽപ്പനാക്രിയ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രയോഗിച്ചു. എന്നാൽ ജുമുഅ ആർക്കെല്ലാമാണ് നിർബന്ധമെന്ന് പഠിപ്പിച്ചയിടത്ത് രോഗികളെയും അടിമകളെയും കുട്ടികളെയും യാത്രക്കാരെയും ഒക്കെ ഒഴിവാക്കിയ കൂട്ടത്തിന് സ്ത്രീകളെയും ഒഴിവാക്കി പറഞ്ഞു. അതുകൊണ്ട് പുറപ്പെടണം എന്ന ആ ക്രിയ അത് കൽപ്പനയെ കുറിക്കുന്നില്ല. കാരണം അവർക്ക് നിർബന്ധമില്ല, അവർക്കിത് വാജിബില്ല എന്ന് വ്യക്തമായ ഹദീസ് കൊണ്ട് തന്നെ തെളിഞ്ഞു. ഇമാം അബൂ ദാവൂദ്